മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്റർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കണം. നമസ്കാരം കുട്ടികളെ, മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. +2 ഫിസിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാർജ് അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. അത് എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് അടുത്ത ചാപ്റ്ററിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. അപ്പോൾ രണ്ട് ചാർജ് നമ്മൾ ചാർജിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ചാർജ് ഒന്ന് അട്രാക്റ്റീവ് ഫോഴ്സ് കാണും, അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് കാണും. അപ്പോൾ ഈ ഫോഴ്സിനെ കുറിച്ച്, ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് തരുന്ന ലൈനെ കുറിച്ച്, ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരുന്ന ലൈനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. കാരണം എന്തൊക്കെ ഉണ്ട്, അതിന് ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നു എന്താണ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. ഈ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ തരുന്ന ലായാണ് കൂളോംസ് ലാ. അപ്പോൾ കൂളോംസ് ലാ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ്. ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ് ആണ് എന്തിനെ ഏത് ലാ സൂചിപ്പിക്കുന്നത്? കൂളോംസ് ലാ സൂചിപ്പിക്കുന്നത്. കൂളോംസ് ലായുടെ മറ്റൊരു പേരാണ് ഇൻവേഴ്സ് സ്ക്വയർ ലാ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്. ഇൻവേഴ്സ് സ്ക്വയർ ലാ ഇൻ electrostatic is otherwise called Coulomb's law. This law gives the force between two point charges. ആദ്യം ഈ കൂളോംസ് ലായിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് പറയുകയാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് ഐഡിയ എന്നുള്ളത്, അതിൻ്റെ ഒരു ഇൻട്രോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ദിസ് ലാ ഹെൽപ്പ് ടു ഡിഫൈൻ യൂണിറ്റ് ഓഫ് ചാർജ്. യൂണിറ്റ് ഓഫ് ചാർജ് എന്താണെന്ന് നമുക്കറിയാം, കൂളോംബാണെന്നറിയാം. അപ്പോൾ ഈ കൂളോംബിനെ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാ ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അതിൻ്റെ ആൻസർ? കൂളോംസ് ലാ ആണ്. ഓക്കെ ഉള്ളൂ, കൂളോംസ് ലാ അല്ലെങ്കിൽ ഇൻവേഴ്സ് സ്ക്വയർ ലാ ആണ് ചാർജിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള കൂളോംബിനെ ഡിഫൈൻ ചെയ്യാൻ സഹായിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ ലാ. ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ലായാണ് എന്ന് പറയുന്ന കൂളോം ലാ. തിയററ്റിക്കൽ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റലി പ്രൂവൺ ആയിട്ടുള്ള ലായാണ് എന്ന് പറയുന്നത് കൂളോംസ് ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇറ്റ് ഈസ് എ ടു ബോഡി ഇൻട്രാക്ഷൻ. ടു ബോഡി ഇൻട്രാക്ഷൻ എന്ന് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ രണ്ട് പോയിന്റ് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. രണ്ട് പോയിന്റ്, ഒരു പോസിറ്റീവ് ചാർജോ ഒരു നെഗറ്റീവ് ചാർജോ, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജോ അല്ലെങ്കിൽ രണ്ട് പോസിറ്റീവ് ചാർജ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ആണ് ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെയർഫോർ ഇറ്റ് ഈസ് കാൾഡ് ടു ബോഡി ഇൻട്രാക്ഷൻ. തേർഡ് പോയിന്റ്, നോട്ട് എ യൂണിവേഴ്സൽ ലാ. ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ലാ അല്ല ഇത് എന്ന് പറഞ്ഞാൽ, നോട്ട് എ യൂണിവേഴ്സൽ ലാ. ക്ലിയർ? അടുത്തതായിട്ട്, ദിസ് ലാ ഹോൾഡ് ഗുഡ്സ് ഫോർ പോയിന്റ് ചാർജസ്. ഒരു രണ്ട് പോയിന്റ് ചാർജസ് അല്ലെങ്കിൽ പോയിന്റ് ചാർജുകൾക്ക് മാത്രമേ നമുക്ക് ഈ ഒരു ലാ ആപ്ലിക്കബിൾ ആണ്. അല്ലാത്തവർക്ക് എന്താണ്, പോയിന്റ് ചാർജ് അല്ലാത്തതിന് ഇതെന്തെങ്കിലും ആപ്ലിക്കബിൾ. ഒരു ക്ലൗഡ് ഓഫ് ചാർജ് വരികയാണ്. ഒരു ക്ലൗഡ് ഓഫ് ചാർജിൽ എന്താണ് നമുക്കിത് ഒരിക്കലും ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ അല്ലെങ്കിൽ കൂളോംസ് ലാ ആപ്റ്റായിട്ട് നല്ല ഗുഡായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നത് രണ്ട് പോയിന്റ് ചാർജാണ്. രണ്ട് പോയിന്റ് ചാർജ് തമ്മിലുള്ള ഇൻട്രാക്ഷന് വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കൂളോംസ് ലാ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരു ക്ലൗഡ് ആയിട്ടുള്ള ചാർജിന് നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയത്തില്ല? കൂളോംസ് ലാ കൊടുക്കാനായിട്ട് കഴിയത്തില്ല. മനസ്സിലാക്കാണല്ലോ. പോയിന്റ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് ഗോലി എടുക്കുക, രണ്ട് ബോൾ എടുക്കുക. രണ്ട് ബോൾ അപ്പുറം ഇരിക്കണം. ആ രണ്ട് ബോൾ എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജാണ്. ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? കൂളോംസ് ലാ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കയ്യിൽ ഒരു 5 ഗോലിയും മറ്റേ 10 ഗോലിയും എടുത്ത് പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവ തമ്മിലുള്ള ഇൻട്രാക്ഷൻ നമുക്ക്, അല്ലെങ്കിൽ ആ രണ്ട് കയ്യിലിരിക്കുന്ന ഗോലിയുടെ തമ്മിലുള്ള ഇൻട്രാക്ഷൻ നമുക്ക് ഉപയോഗിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പോയിന്റ് ചാർജ് ആയിരിക്കണം. പോയിന്റ് ചാർജ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കൂളോംസ് ലാ ബെറ്റർ ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ളത് എപ്പോഴാണ്? പോയിന്റ് ചാർജിന് മാത്രമാണ് കൂളോംസ് ലാ വാലിഡ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെ നോക്കാം നമുക്ക്. ആപ്ലിക്കേഷൻ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജസ് ആൻഡ് ഫീൽഡ്, അതിൻ്റെ ഫീൽഡ് അല്ലെങ്കിൽ ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ആൻഡ് ഫോഴ്സ് യൂസ്ഡ് ഇൻ ഫോട്ടോകോപ്പീസ്. ഫോട്ടോകോപ്പി എടുക്കാൻ നമ്മൾ കടയിൽ പോയി ആ ഫോട്ടോകോപ്പി എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ലായാണ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജും അതിൻ്റെ ഫോഴ്സും. ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് അതിൻ്റെ ഫോഴ്സ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഫോട്ടോകോപ്പീസിൽ ഉപയോഗിക്കാറുണ്ട്. ദെൻ ലേസർ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്.
അടുത്ത ഇങ്ക് ജെറ്റ് പ്രിന്റ്, ഇങ്ക് ജെറ്റ് ലേസർ പ്രിന്റ് അറിയാം, ഇങ്ക് ജെറ്റ് പ്രിന്റ്. ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജും അതിൻ്റെ ഫോഴ്സും. അപ്പോൾ അവിടെ ആപ്ലിക്കേഷനായിട്ട് കൊടുക്കുന്ന ലാ ഏതാണ്? കുളോംസ് ലാ ആണ്. അപ്പോൾ ഇങ്ങനൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജസ് ആൻഡ് ഫോഴ്സ് യൂസ്ഡ് ഇൻ ഫോട്ടോ കോപ്പീസ് ഓൺ ദ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ കുളോംസ് ലാ. അല്ലെങ്കിൽ ലേസർ പ്രിന്റിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണ്, അല്ലെങ്കിൽ ലോ ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക്കിൻ്റെ ഏത് ലോ ആണ് നിങ്ങൾ ഫോട്ടോ കോപ്പീസിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ക് ജെറ്റ് പ്രിന്റിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ലേസർ പ്രിന്റിൽ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഏതാണ്? കുളോംസ് ലോ ആണ്. ഓക്കെ അല്ലോ. അതുപോലെ തന്നെ നമ്മൾ കാറിൻ്റെ ബോഡി പെയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ ബോഡി പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ആ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് സ്പ്രേ പെയിൻറ്റ് അറിയാൻ പറ്റുമല്ലോ. സ്പ്രേ പെയിൻറ്റ് സാധാ ബ്രഷ് കൊണ്ട് അടിക്കുന്നില്ല, സ്പ്രേ പെയിൻറ്റിങ്ങിനാണ് നമ്മൾ ഈ ചാർജും ആ ഫോഴ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വരുന്നത്. അപ്പോൾ അത് ഏതാണ്? കുളോംസ് ലോനെ ബേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്പ്രേ പെയിൻ്റൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ഉള്ളൂ. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് എന്ന ടെക്നിക്ക് ഏത് ലോയിനെ ബേസ് ചെയ്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? കുളോംസ് ലോയാണ്. ഇനി അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രിക് ചാർജസ് തമ്മിലുള്ള ഫോഴ്സാണ് അവിടെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അതിലേക്ക് മെയിൻ പാർട്ടിലേക്ക് പോകാം. എന്താണ് അതിൻ്റെ ലാ എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. കൂളോംസ് ലാ എന്താണ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇൻട്രോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്തേക്ക് ലായിലേക്ക് പോവുകയാണ്. കൂളോംസ് ലാ നമ്മൾ നോക്കാൻ പോവുകയാണ്. കറക്റ്റായിട്ട് രണ്ട് പോയിന്റ് ചാർജ് എടുക്കുക. ഏതൊക്കെയാണ്? Q1 ഉം Q2. രണ്ട് പോയിന്റ് ചാർജ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഫ്രീ സ്പേസിലിരിക്കുന്നു. ഫ്രീ സ്പേസിൽ വാക്വത്തിലിരിക്കുകയാണ്. വാക്വത്തിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ നമ്മൾ രണ്ട് പോയിന്റ് ചാർജ് വെച്ചേക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ചാർജ് Q1 Q2 സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് R ആണ്. ഇവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഈ ലാ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളോംസ് ലാ സ്റ്റേറ്റ് ദാറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ അല്ലോ. നമ്മൾ ആ ലാ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. F, the force of attraction between two point charges is directly proportional to the product of the two charges Q1 into Q2 and inversely related to the square of the distance between them. ഇതാണ് നമ്മുടെ ലാ. The force of attraction or repulsion between two point charges Q1 and Q2 is directly related to the product of these charges Q1 Q2 and the inversely related to ആ ടേം ഡിനോമിനേറ്റർ വരും. ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ പ്രൊപ്പോർഷനിൽ കിടക്കുന്നത് ഇതിൻ്റെ എന്ത് മാറ്റം? നമുക്കത് ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നു F = 1/4πε0 Q1 Q2/R². ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന കോൺസ്റ്റന്റ് വാല്യൂ ആണ് 1/4πε0. K = വാല്യൂ 1/4πε0. ഇതാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ എന്താണ് ε0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ε0 = പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റിയാണ് എന്ന് പറയുന്നത് ε0. മീഡിയത്തിനാകുമ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നു എപ്സിലോൺ സൂചിപ്പിക്കുന്നു. മീഡിയത്തിനാകുമ്പം പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. എപ്സിലോൺ കാൾഡ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ε0 ഈസ് കാൾഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ എന്താണ് പെർമിറ്റിവിറ്റി? നിങ്ങൾ ഇത്രയും നാളും കേട്ടിട്ടില്ലാത്തൊരു ടേമാണ് പെർമിറ്റിവിറ്റി. എന്നാൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ കേട്ടിട്ടുള്ള ടേമാണ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി 8ാം ക്ലാസ്സിൽ കേട്ട ടൈമാണ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിൽ കേട്ടായിരുന്നു ഞാൻ ഒന്നുകൂടെ പറയാൻ പാടും. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തിവിടാനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവാണ് പെർമിയബിലിറ്റി എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തിവിടാനുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തിവിടാനുള്ള ഓരോ വസ്തുക്കളുടെയും കഴിവിനെയാണ് പെർമിറ്റിവിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്? ഒരു പോസിറ്റീവ് ചാർജ് എടുക്കുക. പോസിറ്റീവ് ചാർജ് ആണല്ലോ. പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താണ്? പോവുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു?
പാസ് ചെയ്തു. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പോസിറ്റീവ് നിന്ന് പോകുന്നു. ഇനി നെഗറ്റീവ് ചാർജ് എടുക്കുന്നു. നെഗറ്റീവാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു? വന്ന് ചേരുന്നു. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വന്ന് ചേരുന്നു. നമ്മൾ നോർത്ത് പോള് സൗത്ത് പോള് പഠിച്ചത് നമ്മൾ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഫ്ലെക്സ് ലൈൻസ്, മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസ് പോകുന്നു അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട്. അതായത് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിന്റെ ഉള്ളിലൂടെ കയറി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആര് പോകുന്നു? നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നോർത്ത് പോകുന്ന സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസ് കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്യുന്നു. അതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതേ കണക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് പോവുകയും നെഗറ്റീവിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഓക്കെ അല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും നമ്മൾ അടുത്ത് കൊണ്ടുപോയിക്കുകയാണ്. പരീക്ഷ ചോദിക്കുന്നതാണ്. ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് അടുത്തേക്ക് കൊണ്ടുവയ്ക്കുന്ന സമയത്തുള്ള അവിടുത്തെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കുക. ഓക്കെ അല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കുക, അല്ലെങ്കിൽ ഫ്ലെക്സ് ലൈൻസ് വരയ്ക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് നിന്ന് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് നിന്ന് പോയി അങ്ങോട്ടേയും നെഗറ്റീവിലേക്ക് ചെന്ന് കയറും. പോസിറ്റീവ് നിന്ന് പോയി നെഗറ്റീവിലേക്ക്. കാരണം എന്താണ്? പോസിറ്റീവ് നിന്ന് പോവുകയും നെഗറ്റീവിലേക്ക് വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് നിന്ന് പോയി നെഗറ്റീവിലേക്ക് വന്ന് ചേരുന്നു. ഇവിടെ എന്ത് സംഭവിക്കും? അട്രാക്ട് ചെയ്യും. ഇങ്ങനെ ആയതുകൊണ്ട് അട്രാക്ട് ചെയ്യും. പോസിറ്റീവ് നിന്ന് പോയി നെഗറ്റീവിലേക്ക് വന്ന് ചേരുന്നു. ഓക്കെ അല്ലോ. നെഗറ്റീവിലേക്ക് വന്ന് ചേരുന്നു. ഇതാണ് ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും കൂടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവയുടെ ഇടയിൽ രൂപപ്പെടുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഞാനിവിടെ വരച്ചേക്കുന്നത്. ഓക്കെ അല്ലോ. ഇത് അട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യലെന്ന് ആ സമയത്തുള്ള ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഇവിടെ വരച്ചേക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ലൂപ്പ് അല്ല, ക്ലോസ്ഡ് ലൂപ്പ് അല്ല. ക്ലോസ്ഡ് ലൂപ്പ് അല്ല. പക്ഷെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താണ്? ക്ലോസ്ഡ് ലൂപ്പാണ്. ഇതെന്ത് ലൂപ്പല്ല? ക്ലോസ്ഡ് ലൂപ്പല്ല. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ക്ലോസ്ഡ് ലൂപ്പാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ലൂപ്പല്ല? ക്ലോസ്ഡ് ലൂപ്പല്ല. എന്നാൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താണ്? ക്ലോസ്ഡ് ലൂപ്പാണ്. അത് മാഗ്നറ്റിന്റെ ഉള്ളിൽ വീണ്ടും സൗത്ത് നിന്ന് നോർത്തിലേക്ക് പോകുന്നു. മാഗ്നറ്റിന്റെ വെളിയിലാണെങ്കിൽ നോർത്ത് നിന്ന് സൗത്തിലേക്കും, മാഗ്നറ്റിന്റെ ഉള്ളിലാണെങ്കിൽ സൗത്ത് നിന്ന് നോർത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോസിറ്റീവ് ചാർജ് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ചാർജിലേക്ക് പോകുന്നു. ഓക്കെ അല്ലോ. അവിടെ ചെന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ട് പോസിറ്റീവ് ചാർജ് അടുത്തത് വയ്ക്കുകയാണ്. ഒരു പോസിറ്റീവ് ചാർജ് അടുത്ത പോസിറ്റീവ് ചാർജ്. എന്താ സംഭവിക്കുക? റിപ്പൽ അല്ലേ സംഭവിക്കുന്നത്? ഇവിടെ പോസിറ്റീവ് നിന്ന് പോകുന്നു അല്ലേ. പോസിറ്റീവ് നിന്ന് പോകുന്നു. എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യണം. അവ തമ്മിൽ റിപ്പൽ ചെയ്ത് പോകുന്നു. ഓക്കെ ആണല്ലോ. ഒന്ന്, ഇത് രണ്ട്. അടുത്ത മൂന്നാമത്തത് രണ്ട് നെഗറ്റീവ് ചാർജ് അടുത്തടുത്തുണ്ട്. രണ്ട് നെഗറ്റീവ് ചാർജ് അടുത്തടുത്ത് വയ്ക്കുകയാണ്. അതും എന്താണ്? റിപ്പലാണ് സംഭവിക്കുന്നത് അല്ലേ. രണ്ട് നെഗറ്റീവ് ചാർജ് അതെന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു. പക്ഷെ എന്ത് ചെയ്യണം? വരുന്നതായിട്ട് കാണിക്കണം അല്ലേ. നെഗറ്റീവിലേക്ക് വന്ന് കയറുകയല്ലേ ചെയ്യുന്നത്. രണ്ട് റിപ്പൽ ചെയ്യുന്ന ഫിഗർ തന്നെ ആരോ മാർക്ക് ഇടുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. തെറ്റിപ്പോകരുത്. ആരോ മാർക്ക് ഇടുന്ന സമയത്ത് രണ്ട് റിപ്പൽ ചെയ്യുന്നു. പോസിറ്റീവ് വയ്ക്കുന്ന സമയത്ത് പോസിറ്റീവ് നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോകുന്നു. നെഗറ്റീവിലാണെങ്കിൽ വന്ന് ചേരുന്നു. റിപ്പൽ ചെയ്ത് നിൽക്കണം, അകന്ന് നിൽക്കണം. ഇത്രയേ ഉള്ളൂ പ്രത്യേകത. ഓക്കെ ആണല്ലോ. ഞാൻ ഇത് പറയാൻ കാരണം എന്താണ്? നമ്മൾ എപ്സിലോൺ 0 അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി പറയുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഇതും പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് തന്നെ. അപ്പോൾ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തിവിടാനുള്ള ഓരോ വസ്തുക്കളുടെയും കഴിവാണ് എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതിപ്പം ഫ്രീ സ്പേസിനുള്ള കഴിവായിരിക്കത്തില്ല തടിക്കുള്ള കഴിവായിരിക്കത്തില്ല കണ്ടക്ടേഴ്സിനുള്ള കഴിവായിരിക്കത്തില്ല ഇൻസുലേറ്ററിനുള്ളത്. അപ്പോൾ ഓരോരോ വസ്തുക്കൾ എടുക്കുന്ന സമയത്തും ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവ് വ്യത്യസ്തമായിരിക്കും. ആ ഒരു വ്യത്യസ്തമാകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റർ മാത്രമാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റിയുടെ ലെറ്റർ ആയിട്ടുള്ള എപ്സിലോൺ 0 എടുത്തു കഴിഞ്ഞാൽ ഫ്രീ സ്പേസിന്റെ കഴിവാണ്. ഫ്രീ സ്പേസിന് വൈദ്യുത തരംഗങ്ങളെ കടത്തിവിടാനുള്ള കഴിവാണ് എപ്സിലോൺ 0. എപ്സിലോൺ എന്ന് പറയുമ്പോൾ ഒരു മീഡിയത്തിന്റെ കഴിവ്. ഓക്കെ അല്ലോ. ഇത്ര മനസ്സിലായാലും എല്ലാവർക്കും. ഇനി നമ്മൾ അതിന്റെ ബാക്കി തുടർന്ന് ബാക്കിന്റെ കുറച്ച് കാര്യങ്ങൾ ഡെറിവേഷൻ ചെയ്യണം. അടുത്ത നമുക്ക് അതിലേക്ക് പോകാം.